ഹായ് ഹലോ. അപ്പോൾ ഇന്നെൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ, നോട്ട് എ ഡേ ഇൻ മൈ ലൈഫ്, ദിസ് ഈസ് ദി സ്റ്റാർട്ട് ഓഫ് ദി ഡേ എന്ന് പറയാം. അപ്പോൾ പിന്നെ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ശരിയാക്കി. ഇന്ന് ഓട്ടടയാണ്. ഓട്ടട എന്ന് പറഞ്ഞാൽ ഓട്ടിൻ്റെ പാത്രത്തിലാണ് ഇത് വെക്കുന്നത്. ഓട്ടിൻ്റെ ഒരു അട, അത് അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കപ്പ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ സിറ്റ് ഔട്ടൊന്ന് തുടച്ചിടാമല്ലോ എന്ന് കരുതി. കാരണം മഴക്കാലമാണല്ലോ, പൂച്ചകളൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി രാത്രി വന്നിരിക്കുന്നത് സിറ്റ് ഔട്ടിൽ. അപ്പോൾ കുറച്ച് മോശമായിട്ടായിരിക്കും കിടക്കുന്നത്. ഇനി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യമേ എൻ്റർ ആവുന്നത് സിറ്റ് ഔട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് തുടച്ചിട്ടു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന്, ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇവിടെ അടുത്ത് മലബാർ സ്പെഷ്യൽ പോലീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, MSP. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകാമല്ലോ എന്ന് കരുതി. മഴ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും കാണില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. കണ്ടില്ലേ, അതിനകത്ത് ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് ഒന്നും അത്ര അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറി കണ്ടു. കുടയൊന്നും എടുത്തിട്ടില്ല, അതിനുള്ള ബോധമൊന്നും ആ ടൈമിലില്ല. ഇറങ്ങണ സമയത്ത് ആരുടെയും ഒരു കുടയുടെ അടിയിൽ കയറി നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് പാർക്കിംഗ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം ഒന്നും അവിടെ നിന്ന് കറങ്ങിയില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ ചെയ്തുകൊണ്ടാണ്, മഴയുള്ള ടൈമിൽ തന്നെയാണ് അത് നടന്നുകൊണ്ടിരുന്നത്, പരേഡും അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി. കാരണം പ്രകൃതിയൊക്കെ നന്നായിട്ട് കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ് മഴ പെയ്തിട്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പോയി കാണാമല്ലോ. പഴയ കാര്യങ്ങളൊക്കെ, വെള്ളത്തിൽ ചാടിയതും നീന്തിയതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാമല്ലോ എന്നൊക്കെ കരുതി ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു. എനിക്ക് വലിയ താല്പര്യമില്ല ഇങ്ങനെ മഴയത്തോടുള്ള ചെളിയിൽ ചാടലും അങ്ങനത്തെ കാര്യങ്ങളിലാണ് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ കേട്ട് ഞാൻ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ട് വരുന്ന വഴിക്ക് എന്നാൽ പിന്നെ മഴയായിട്ടില്ല, ഒരു വൈബിനൊരു ചായ കുടിച്ചേക്കാമല്ലോ എന്ന് ആലോചിച്ചു. പിന്നെ അതങ്ങോട്ട് മാറ്റി വെച്ചു, വേണ്ട ചായ കുടിക്കണ്ടെന്ന് കരുതി. അങ്ങനെ യാത്ര ചെയ്തു കുറച്ച് സ്ഥലങ്ങളെത്തി. നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളെത്തി. വയലൊക്കെ എത്തി. വയലിൻ്റെ അവിടെ കണ്ടോ, നല്ല ദേശാടനക്കിളികളൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു വഴിയൊന്നും കണ്ടില്ല. ഇത് സാധാരണ കൊക്കിനെക്കാട്ടിലും കുറച്ച് വലിപ്പമുണ്ട് ഈ ദേശാടനക്കിളികൾക്ക്. അവർ ചില സീസണിലല്ലേ വരുള്ളൂ. അപ്പോൾ അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കാനുള്ള യാതൊരു ഓപ്ഷനും ഞാനവിടെ കണ്ടില്ല. പിന്നെ അവിടെ അധികം നേരം വായും പൊളിച്ച് നിന്നിട്ടും വലിയ കാര്യമില്ലല്ലോ എന്ന് കരുതി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയി. അപ്പോഴത്തേനും മഴ ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി. കാരണം ഇന്ന് മൊത്തം മഴയുടെ ദിവസമാണെന്ന് തോന്നുന്നു. മഴ നന്നായിട്ട് പെയ്തു. തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു